പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, വീണ്ടും എല്ലാവർക്കും ഫേസ്ബുക്ക് ലൈവ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരല്പം വൈകും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്നും കുറച്ചുകൂടി വൈകിയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തെ ദീർഘകാലം മേയറായിരുന്ന സഖാവ് എം പി പത്മനാഭന്റെ ചരമദിനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ CMPയുടെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷനും ഉണ്ടായിരുന്നു. രണ്ടും കഴിഞ്ഞെത്തുമ്പോൾ കുറെ സമയം കഴിഞ്ഞതുകൊണ്ടാണ് 4 മണിക്ക് തുടങ്ങാൻ സാധിക്കാതിരുന്നത്. ഇപ്പോൾ സമയം 4:53 ആയിരിക്കുന്നു. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, പ്രേക്ഷകർ ഓരോരുത്തരായി ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി വൈകിയതിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ലൈവ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നിങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരായിരിക്കും. കാരണം 2020 ലോകകപ്പ് 2ാം വട്ടം ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നു. വിരാട് കോഹ്ലിയുടെ അതേപോലെ തന്നെ രോഹിത് ശർമ്മയുടെ എല്ലാം പെർഫോമൻസ് ഒരു വളരെ ഫോട്ടോ ഫിനിഷിൽ ഇന്ത്യയെ മുന്നിലേക്ക് എത്തിച്ചു. ഇന്നലെ ഒരു സ്നേഹിതനുമായി സംസാരിച്ചപ്പോൾ നമുക്ക് യാതൊരു രക്ഷയുമില്ല, പരാജയപ്പെടാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് പലരും എന്നെപ്പോലെ സ്ക്രീനിന് മുന്നിൽ നിന്നും മാറുകയാണ് ചെയ്തത്. പക്ഷെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ 2020 കപ്പ് എടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും ക്രിക്കറ്റ് ലവേഴ്സിനും ഇത് നല്ല ഒരു ദിവസമാണ്. നമ്മുടെ ഇന്ത്യ ടീമിനെ അഭിനന്ദിക്കുന്നു. നമുക്ക് നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഇന്നത്തെ രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന കാര്യങ്ങളെന്ന് ചിന്തിക്കുന്ന സമയത്ത്, ആലോചിക്കുന്ന സമയത്ത് നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രശ്നങ്ങളാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക്, പാർലമെന്ററി പൊളിറ്റിക്സിന്റെ രൂപത്തിലേക്ക് കടക്കുകയാണ്. പാർലമെന്റ് തുടങ്ങിക്കഴിഞ്ഞു, സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്, അതിലേക്ക് പുതിയ പുതിയ പ്രശ്നങ്ങളുമായി ഇന്ത്യയുടെ ലോക്സഭാ യോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത്രനാളും നാം തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പോസ്റ്റ് ഇലക്ഷൻ സിനാറിയോ നോക്കുകയാണെങ്കിൽ പാർലമെന്റിലെ യോഗങ്ങൾ അതിന് ഒരിക്കലുമില്ലാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും ഫ്ലോറിൽ, പാർലമെന്റ് യോഗത്തിൽ എങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്സ് മാറി മറിയുന്നത് എന്ന് നോക്കുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. കാരണം BJP ഭരിക്കുന്നത് ഒരു അലയൻസ് ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും പ്രധാനപ്പെട്ട 2 സഖ്യകക്ഷികൾ, അതായത് JDUവും അതേപോലെ തന്നെ TDPയും. JDU എന്ന് പറയുന്നത് ജനതാദൾ യുണൈറ്റഡ്, TDP എന്ന് പറയുന്നത് തെലുങ്കുദേശം പാർട്ടി. രണ്ട് പാർട്ടികളും ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ആന്ധ്രയ്ക്ക് പ്രത്യേക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് TDP മുന്നോട്ട് വരുന്നു. അതേപോലെ തന്നെ BJPയെ സമ്മർദ്ദത്തിലാക്കാൻ ബീഹാർ പിന്നോക്ക സംവരണ വിഷയം അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, ബീഹാറിൽ നിതീഷ് കുമാർ ഒരു കാസ്റ്റ് സെൻസസ് നടത്തുകയുണ്ടായി. ആ കാസ്റ്റ് സെൻസസ് എന്താണ് ബീഹാറിന്റെ സാമൂഹ്യ അവസ്ഥ എന്ന് ലോകത്തോട്, കേരളത്തോട്, ഇന്ത്യയോട് എല്ലാം പറയുകയുണ്ടായി. പക്ഷേ BJP കാസ്റ്റ് സെൻസസിൽ
വിശ്വസിക്കുന്നില്ല. BJPക്ക് സംവരണം തന്നെ ഒരു ബാധ്യതയാണ് എന്ന മട്ടിലാണ് അവർ പലപ്പോഴും സംസാരിക്കാറുള്ളത്. സംവരണം ആവശ്യമില്ല, എല്ലാവർക്കും നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ മതി എന്നൊക്കെയുള്ള മധുരിക്കുന്ന വാക്കുകൾ അവർ പറയാറുണ്ടെങ്കിലും 103-ാം ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതി ഇന്ത്യയിലെ സംവരണത്തിന് അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന ഒന്നായിരുന്നു. ഇന്നിപ്പോൾ ബീഹാറിലെ JDUവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നോക്ക സംവരണ വിഷയം അതിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. BJPക്കാകട്ടെ പിന്നോക്ക സംവരണ വിഷയം എടുക്കാനും വയ്യ. കാരണം അവര് 103-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് സാമ്പത്തിക സംവരണം എന്ന ഒമ്മന പേരിട്ട് മുന്നോക്ക വിഭാഗങ്ങൾക്കാണ് സംവരണം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. നമുക്ക് പ്രതിപക്ഷത്തേക്ക് നോക്കാം. പ്രതിപക്ഷത്ത് കോൺഗ്രസും 2019-ൽ BJP ഉന്നയിച്ച ആ മുദ്രാവാക്യം അംഗീകരിക്കുകയുണ്ടായി. അതോടുകൂടി കോൺഗ്രസ് അങ്ങേറ്റം പുറകോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിനും സംഭവിച്ചത്. ഇടതുപക്ഷം ഇപ്പോഴും 103-ാം ഭരണഘടനാ ഭേദഗതി ശരിയാണെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, സംവരണ കാര്യത്തിൽ BJP എവിടെ നിൽക്കുന്നു അതിന്റെ കൂടെയാണ് CPM-ഉം നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM-ഉം CPI-യും നിൽക്കുന്നത്. CPM-ന്റെ തിരിച്ചടിയുടെയും ഏറ്റവും മുഖ്യ കാരണം ഇന്ത്യയുടെ വർഗപ്രശ്നത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള ജാതീയമായ പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. വർഗപരമായ സമരങ്ങൾ നടത്തുന്നില്ല എന്നൊന്ന്, വർഗപരമായ പ്രശ്നങ്ങളിലെ ജാതീയമായ സങ്കീർണത മനസ്സിലാക്കുന്നില്ല എന്നത് രണ്ട്. അപ്പൊ നമുക്ക് 3 വിഭാഗങ്ങളെ ഒന്നെടുത്ത് നോക്കാം. BJP സംവരണ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. ആ സംവരണ വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം, SNDP-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾ BDJS എന്ന പാർട്ടി ഉണ്ടാക്കി BJP-യെ സഹായിക്കുകയാണ്. അവരെപ്പോഴും മുസ്ലിം വിരുദ്ധത പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതോടെ നിൽക്കട്ടെ. 2 കോൺഗ്രസാണ്. കോൺഗ്രസും BJP-യുടെ ആ വലയിലേക്ക് വീണുപോയി എങ്കിലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ജാതി സെൻസസ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. അതിന്റെ പ്രയോജനം എങ്ങനെയാണ് അവർക്കുണ്ടായത്? കോൺഗ്രസിന്റെയും SP-യുടെയും RJD-യുടെയും സഖ്യം ഫലപ്രദമായി. BSP ഒന്നുമല്ലാതായി. അതുപോലെ തന്നെ 103-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് അവർ പറഞ്ഞത്, സാമ്പത്തിക സംവരണം ഇന്ന് സുപ്രീം കോടതി അംഗീകരിച്ചു. അത് അംഗീകരിച്ചത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് ഞാൻ പറയുക. എങ്കിലും അവര് പറഞ്ഞത്, ഏതായാലും സാമ്പത്തിക സംവരണം അനുവദിച്ചല്ലോ, ഇനി സാമ്പത്തിക സംവരണത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറഞ്ഞത്. CPM-നാവട്ടെ അതുപോലും പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ CPM കോൺഗ്രസിന്റെയും മറ്റും സഹായമില്ലായിരുന്നെങ്കിൽ CPM-നും CPI-ക്കും കൂടി ഇന്ത്യയിൽ കിട്ടുമായിരുന്ന സീറ്റ് 1 എന്ന കാര്യം നാം മറക്കരുത്. എന്തായാലും ഇത്തരത്തിലുള്ള സങ്കീർണതകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾക്കറിയാം, ഹൗസിൽ ഉള്ള പ്രശ്നങ്ങളാണ്. ഹൗസിൽ എല്ലാവരും ഭരണഘടനയായിട്ടാണ് പോയത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു. അതിനെ ചെറുക്കുന്നതിനെന്ന വണ്ണം സ്പീക്കർ തന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശം നടത്തി. അവിടെ അടിയന്തരാവസ്ഥ തെറ്റായിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എന്റെ പാർട്ടിയും. പക്ഷേ സ്പീക്കർ അല്ല അത് പറയേണ്ടത്. എന്നാൽ പിന്നെ രാഷ്ട്രപതിയെ കൊണ്ട് തന്നെ പറയിക്കാം എന്നാണ് BJP തീരുമാനിച്ചത്. എന്റെ അഭിപ്രായത്തിൽ അടിയന്തരാവസ്ഥ ഒരു ചർച്ചാ വിഷയമായത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ കോൺഗ്രസ് സംവരണ കാര്യത്തിൽ എടുത്തതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പൂർണ്ണമായും ശരിയാണ് എന്ന് പറയാൻ മുന്നോട്ട് വന്നില്ല. മറിച്ച് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി
ഒരു സന്ദർഭത്തിൽ അടിയന്തരാവസ്ഥ തെറ്റാണ് എന്ന് പറഞ്ഞത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ആ വിഷയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏകാധിപത്യത്തെ സംബന്ധിച്ച അളവുകോൽ അടിയന്തരാവസ്ഥയാണെങ്കിൽ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറയാൻ പ്രതിപക്ഷം തയ്യാറാകേണ്ടതായിട്ടുണ്ട്, പൂർണ്ണമായും തള്ളിക്കളയാൻ. അതേപോലെ തന്നെ ഇന്ത്യയുടെ വർഗപരമായ പ്രശ്നത്തിൽ അതിലടങ്ങിയിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം എന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടായൊരു അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. 3, ഇന്നും വേണ്ട തരത്തിൽ മുന്നോട്ട് വന്നിട്ടില്ലാത്ത വർഗപരമായ പ്രശ്നങ്ങൾ, അത് നമുക്ക് സോണിയാഗാന്ധിയൊക്കെ അഭിനന്ദിച്ചേ പറ്റൂ. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള വിഷയങ്ങൾ തീർച്ചയായും ഒരു മിനിമം വേജസ് പോലുള്ള ഒരു വലിയ ഒരു മുദ്രാവാക്യം തന്നെയാണ്. ഇനിയും വർഗപരമായി തൊഴിലാളികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, പ്രത്യേകിച്ചും വൃദ്ധരായ തൊഴിലാളികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, അവരുടെ പെൻഷനുകൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവകാശ പ്രമേയം, ഒരു റൈറ്റ്സ് എന്ന നിലയിൽ ഇപ്പൊ തന്നെ കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ നാണം കെട്ടിട്ട് പറഞ്ഞു, ഇത് അവരുടെ അവകാശമല്ല, ഞങ്ങളുടെ ഔദാര്യമാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷവും കോൺഗ്രസും മറ്റെല്ലാ കക്ഷികളും വൃദ്ധരായ തൊഴിലാളികളുടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരു അവകാശമാണ്, ഒരു റൈറ്റാണ്. നമ്മുടെ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ പെൻഷൻ ഉറപ്പ്, അത് ഒരു റൈറ്റായിട്ടുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ ഇന്ന് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. എന്താണ് കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിതി? കേരള രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയായി നിൽക്കുന്നത് CPM ആണ്. CPM-മായി ബന്ധപ്പെട്ട അകത്തും പുറത്തും പൊട്ടലും ചീറ്റലും വന്നിരിക്കുകയാണ്. നമുക്കറിയാം, മനു തോമസ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു എഴുത്തുകാരനും കഥാകൃത്തുമൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ ഒരു വലിയ ബോംബിട്ടിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ച വടകര മണ്ഡലത്തിൽ ബോംബ് പൊട്ടിയ ഒരാൾ മരിച്ചു. അത് CPM-ന്റെ കേന്ദ്രത്തിലായിരുന്നു എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ടീച്ചറും മറ്റും വളരെയധികം അതിനെ ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ശൈലജ ടീച്ചറുടെ പരാജയത്തിന് അത് ആക്കം കൂട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ബോംബിനേക്കാളും വലിയ രാഷ്ട്രീയ കുഴിബോംബാണ് ഇപ്പൊ പൊട്ടിയിട്ടുള്ളത്. മനു തോമസ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നു, പാർട്ടി തിരുത്തുന്നില്ലെങ്കിൽ ഞാൻ തിരുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം CPM-ൽ നിന്നും ഇറങ്ങിപ്പോയി. എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട, 15 മാസമായി ഞാൻ വരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്താണ് വരാത്തതെന്ന്. ഞാൻ തന്ന കത്തുകൾ നിങ്ങൾ ചർച്ച ചെയ്തു. എന്താണ് ഞാൻ തന്ന കത്തിന്റെ ഉള്ളടക്കം? ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളല്ല, അടുത്ത കാലത്താണ് ഞാൻ ഇങ്ങനെ ആളുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്നോട് വളരെ പരിചയമുള്ള ഒരാളെ പോലെയാണ് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, സഖാവേ, ഞാൻ ഒരുപാട് കത്തുകൾ കൊടുത്തു. ഇതൊരു വലിയ കൊള്ളസംഘമാണ്. ആ കൊള്ളസംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് P. ജയരാജനാണ്. P. ജയരാജൻ പോറ്റി വളർത്തുന്ന കുറെ സാമൂഹ്യ വിരുദ്ധന്മാരുണ്ട്. ആ സാമൂഹ്യ വിരുദ്ധന്മാർ ആദ്യം അക്രമമായിരുന്നു അവരുടെ പണി. അക്രമികൾക്ക് വിശ്രമവേളകളുണ്ടല്ലോ, അതുകൊണ്ട് കള്ളക്കടത്തിലേക്ക് കടന്നു. കള്ളക്കടത്തും റിസ്ക്കുള്ളൊരു പണിയാണ്. കാരണം ഗൾഫിൽ നിന്നായാലും മറ്റെവിടെ നിന്നായാലും സ്വർണം കൊണ്ടുവരണം. അതിൽ കച്ചവടത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അത് വാങ്ങണം, വിൽക്കണം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതറിയാനൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കള്ളക്കടത്ത് സ്വർണവുമായി വരുന്ന ആളുകൾ ഈ ഗുണ്ടാ സംഘത്തിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തെത്തുമ്പോൾ അവരുടെ വാഹനങ്ങൾ ഇടിക്കുന്നു. 5 പേർ മരിച്ച ഒരു കാർ അപകടമുണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്റെ അഭിപ്രായത്തിൽ ആ പ്രശ്നം CBIക്ക് വിടണം എന്നാണ് എന്റെ ആവശ്യം. അങ്ങനെ അത് 5 പേരാണ് മരിച്ചത്. അതെനിക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ പണ്ട് ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ ട്രെയിൻ ചമ്പലിലേക്ക് എത്തുമ്പോൾ കൊള്ള ചെയ്തിരുന്നത് പോലെ
കള്ളക്കടത്തുകാരെ പിടിക്കുകയാണ്. അപ്പൊ കള്ളക്കടത്ത് നടത്തേണ്ട കാര്യമില്ല, സ്വർണം ഗൾഫിൽ നിന്നോ മറ്റേത് രാജ്യത്തു നിന്നോ മേടിക്കേണ്ട കാര്യമില്ല, ഇവിടെ കൊണ്ടൊന്ന് വിൽക്കേണ്ട കാര്യമില്ല. കള്ളക്കടത്തുകാരെ പിടിക്കുക, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തുകൊണ്ട് അവരുടെ സ്വർണം തട്ടിയെടുക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടിക്കൽ എന്ന്. ഇവിടെ ഒരു സ്നേഹിതൻ ഐദിത് TB പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. സ്വർണം പൊട്ടിക്കൽ എന്ന വർഗസമരത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഒരു തമാശയായിട്ട്, ഒട്ടും തമാശയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അക്രമത്തിനു വേണ്ടി ഒരു ഗുണ്ടാസംഘം, പാർട്ടിയെ പ്രതിരോധിക്കാൻ പലപ്പോഴും അല്പം മസിൽമാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയെ പ്രതിരോധിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ പാർട്ടി പ്രവർത്തകരെല്ലാവരും തന്നെ അതിൽ ഏറിയും പറഞ്ഞും പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാം യൗവന കാലഘട്ടത്തിൽ, അതിനുശേഷവും പാർട്ടിക്കൊരു ആപത്ത് വരുമ്പോൾ അതിനെ ചെറുക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും നിലനിർത്തി. അവർ പാർട്ടിയുടെ വളരെ കടുത്ത ആളുകളാണ്, കടുത്ത അനുഭാവികളാണ്. അവരെയൊക്കെ നിലനിർത്തുക എന്നത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയധികം അക്രമങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട്, പ്രത്യേകിച്ചും കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി ചരിത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ സംഘങ്ങൾ അക്രമി സംഘങ്ങളല്ല, അത് ഡിഫൻസ് ഫോഴ്സാണ്. അതിനെ അക്രമി സംഘമാക്കി വളർത്തി, കൊലയാളി സംഘമാക്കി വളർത്തി, ഇഷ്ടമില്ലാത്തവരെ കൊല്ലുക എന്നതിലേക്ക് കടന്നു വന്ന് അവർക്ക് ഒഴിവു സമയങ്ങളിൽ കള്ളക്കടത്തിലേക്ക് കടത്തിവിട്ട് ഒടുവിൽ കള്ളക്കടത്തിനേക്കാളും നല്ല പണി കള്ളക്കടത്തുകാരെ തട്ടിയെടുക്കലാണ് എന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ ഒരു തീവണ്ടിക്ക് ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞതുപോലെ അതിന്റെ എഞ്ചിൻ സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂർ ജില്ല അധപ്പതിച്ചുവെങ്കിൽ CPMന്റെ അധപതനം അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു CPMന്റെ പതനത്തിൽ ആരും കണ്ണുനീർ പൊഴിക്കേണ്ടതായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇന്നതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. MP ജയരാജൻ പറയുന്നു അത് സംസ്ഥാന കമ്മിറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി MP ഗോവിന്ദൻ പറയുന്നു അന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമല്ല. മുഖ്യമന്ത്രിയാണെങ്കിലോ ഞാൻ മൗലായിക്കാരനാണ്, ഞാൻ അത് കേട്ടിട്ടേയില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? താങ്കളുടെ പാർട്ടിയിലെ, താങ്കളുടെ നാട്ടിലെ, കണ്ണൂർ ജില്ലയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ, DYFIയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇത്രയും വലിയ കൊള്ളക്കാരുണ്ട്, ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്നയാളാണ് P ജയരാജനാണ് എന്ന് പറയുമ്പോൾ ആ P ജയരാജനെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാണോ? ചിലർ ചോദിക്കുന്നത് അത് നിങ്ങൾ എന്തിനാ ഇപ്പൊ അത് പറയുന്ന? അവരുടെ ഇടയിലുള്ള അല്ലല്ല, അവരുടെ ഇടയിലുള്ള പ്രശ്നമല്ലല്ലോ. P ജയരാജൻ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചെയർമാൻ മന്ത്രിയാണ്, വ്യവസായ മന്ത്രിയാണ് P രാജീവിന്റെ താഴെ വളരെയധികം അധികാരങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു പോസ്റ്റാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പോസ്റ്റ്. വളരെ വലിയ ആളുകൾ ഇരുന്നതാണ്. TH മുസ്തഫയെ പോലുള്ള ആളുകൾ, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ, CN ബാലകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ അവർക്കൊരു പദവിയായി കിട്ടിയൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിലിരിക്കുന്ന P ജയരാജനെ ഉടനെ പുറത്താക്കണം. ഇതിനെ സംബന്ധിച്ച് ഒരു FIR ഇട്ടോ? മനുവിനെ വിളിച്ച് അന്വേഷിച്ചോ? മനു തോമസിനെ വിളിച്ച് അന്വേഷിച്ചോ? മനു തോമസിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ട് FIR ഇട്ടോ? ഇത് നിസ്സാരമല്ല. ഈ വിഷയത്തിൽ UDF അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ ഒരു പ്രസംഗം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചപ്പോൾ നിയമസഭയിൽ നടത്തി. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു പൊളിറ്റിക്സ് ഇൻ ദ ഹൗസ് ആണ്. നിയമസഭയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായി മാറിയിട്ടുണ്ട്. അവതരണാനുമതി നിഷേധിച്ചു നമ്മുടെ സ്പീക്കർ. പക്ഷേ അവതരണാനുമതി നിഷേധിച്ചതിനെതിരെ പ്രസംഗിക്കാൻ പ്രതിപക്ഷ നേതാവിനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അക്കമിട്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും ഒന്ന് P ജയരാജൻ രാജിവെക്കണം. മനു തോമസിന്റെ മൊഴിയെടുക്കണം.
കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ച് കൊണ്ട് അന്വേഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. CPM അതിന്റെ അധപതനത്തിന്റെ നെല്ലിപ്പലകയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷെ ഇങ്ങനെ കള്ളക്കടത്തുകാരെ പൊട്ടിച്ച് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്ത് ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴാണ് പിടിച്ചതിനേക്കാളും വലുതും ആളത്തിൽ എന്ന് പറയുന്നത് പോലെ. മറ്റൊരു വിഷയം തൃശ്ശൂരിലുണ്ടായിരിക്കുന്നു. അത് നമ്മുടെ കരുവന്നൂർ തന്നെയാണ്. വാസ്തവത്തിൽ കരുവന്നൂർ ബാങ്കിലെ പ്രശ്നമാണ് സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് നയിച്ചത്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കരുവന്നൂർ ബാങ്കിലെ സെക്രട്ടറി, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹമാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. അദ്ദേഹം ഇതേപോലെ മനു തോമസിനെ പോലെ തന്നെ CPMന്റെ നേതാക്കന്മാരോട്, തൃശൂരിലെ നേതാക്കന്മാരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. ആ നേതാക്കളിൽ പ്രധാനി ആരാണ്? ഇന്ന് ഇന്ത്യൻ ലോക്സഭയുടെ ചെറുതെങ്കിലും 4 അംഗങ്ങളെ ഉള്ളുവെങ്കിലും CPMന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിട്ടുള്ള രാധാകൃഷ്ണനാണ്. ഒരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ, CPMന്റെ ചരിത്രത്തിൽ ആദ്യമായി ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ ഇന്ത്യൻ ലോക്സഭയുടെ ചെറിയ നമ്പറേ ഉള്ളുവെങ്കിലും കക്ഷിയുടെ നേതാവായതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. എനിക്ക് അവരെ അഭിനന്ദിക്കുന്നതിന് യാതൊരു മടിയുമില്ല. അത്രയും നന്നായി. സോ ഫാർ സോ ഗുഡ്. പൊതുവിൽ രാധാകൃഷ്ണൻ ഒരു നല്ല മനുഷ്യനായിട്ടാണ് അറിയുക, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രാധാകൃഷ്ണൻ വായി തുറക്കണം. രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയായി ഇരുന്ന സമയത്താണ് ഈ കരുവന്നൂരിലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോ ലേറ്റസ്റ്റ് ആയ സംഭവം എന്താണ്? CPMനെ പ്രതി ചേർത്തിരിക്കുന്നു. ആപ്പിനെ പ്രതി ചേർത്തതുപോലെ തന്നെ CPMനെ പ്രതി ചേർത്തിരിക്കുന്നു. രാഷ്ട്രീയ കക്ഷികളെ പ്രതി ചേർക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളല്ല. ഒരു രാഷ്ട്രീയ കക്ഷിയെ പ്രത്യേകിച്ചും അഴിമതി കേസുകളിൽ ആകെ പ്രതി ചേർക്കുന്നത് നല്ല കീഴ്വഴക്കമാണോ എന്ന് ചോദിച്ചാൽ അഭിലഷണീയമല്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ CPMന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നിരിക്കുന്നു. ആ രൂപ വന്നിരിക്കുന്നത് ഈ കരുവന്നൂർ ബാങ്കിനെ കരുവാക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ബാങ്ക് ഫ്രോഡിൽ നിന്നും ലഭിച്ച കമ്മീഷനാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയും കണ്ണൂരിന് ഒരു റോളുണ്ട്. കണ്ണൂരിലെ സതീശൻ എന്ന് പറയുന്ന മട്ടന്നൂർ സ്വദേശി EP ജയരാജന്റെ അടുത്ത സുഹൃത്ത് കാശുമായി തൃശൂർ കോരിയാണ്. അന്ന് തൃശൂരിലെ ജില്ലാ സെക്രട്ടറി EP ജയരാജനായിരുന്നു. ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്തിരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഇപ്പൊ എനിക്ക് ഒരു ബാങ്കിൽ വലിയ കടം വന്നു, അടയ്ക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ മറ്റൊരു മാർഗം അതിന് തേടുകയാണ്. ഈ സതീശൻ എനിക്ക് പൈസ തരികയാണ്. ആ പൈസ തരുന്നതിന് തൃശൂർ സർവീസ് ബാങ്ക് MK കണ്ണന്റെ ബാങ്ക് ഉപയോഗിക്കപ്പെട്ടു എന്നാണ് മറ്റൊരു ആരോപണം. ആ ബാങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആ ബാങ്കിന് ഇപ്പൊ പ്രസക്തിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല. പണം വരുന്നു. ആ പണം ഞാൻ എന്റെ ബാങ്കിൽ, എനിക്ക് കടമുള്ള ബാങ്കിൽ അടയ്ക്കുന്നു. അപ്പൊ ഞാൻ കടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ സതീശനും ഈ ഗാങ്ങിനും പൈസ കിട്ടണ്ടേ? അവിടെ വെച്ച ഡോക്യുമെന്റ് ഈ സംഘം മറ്റൊരു ബാങ്കിൽ കൊണ്ടുവയ്ക്കുന്നു. അതിലൊന്ന് കരുവന്നൂർ ബാങ്കായിരുന്നു. അവിടെ നിന്ന് 10 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ബാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ 13 ലക്ഷമോ 15 ലക്ഷമോ എടുത്ത് ഇത് അടയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന കണ്ണൂരിൽ നിന്ന് വന്ന ഈ സതീശനാദികളെ
തൃപ്തിപ്പെടുത്തി അവർക്ക് കൊടുത്തു തീർക്കുന്നു. അവർക്ക് 10 ലക്ഷത്തിന് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ 11 ലക്ഷം 12 ലക്ഷം കിട്ടുന്നു. ബാക്കി പണത്തിൽ ഒരു ഭാഗം അവരെടുത്തതിന് ശേഷം CPM അതിൽ നിന്നും പങ്കുപറ്റി എന്നതാണ് ഏറ്റവും വലിയ ആരോപണം. CPMന്റെ പാർട്ടി അക്കൗണ്ടിലേക്ക് ഇത്തരത്തിലുള്ള അനധികൃതമായ ട്രാൻസാക്ഷനിലൂടെ പൈസ വന്നു. അവിടെയാണ് CPM പ്രതിയാവുന്നത്. ഞാൻ വളരെ ഗൗരവത്തോടും ഉത്തരവാദിത്തത്തോടും കൂടെ പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കരുവന്നൂർ ബാങ്ക് നിൽക്കുന്ന പുറത്താശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് CPMന്റെ ഓഫീസ് ഇന്ന് EDയുടെ കസ്റ്റഡിയിലേക്ക് പോവുകയാണ്. നാളെ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ മുകളിൽ EDയുടെ പൂട്ട് വീണാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മുടെ രക്തസാക്ഷികളുടെ പേരിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ കണ്ണൂരിൽ നിന്ന് ഞാൻ വാർത്ത കേട്ടു. കണ്ണൂരിൽ മുനിയംകുന്ന് രക്തസാക്ഷികളുടെ പേരിൽ രക്തസാക്ഷി സ്മാരകവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് അഴിമതി നടന്നു എന്നാണ് ഞാൻ കേട്ടത്. അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് അഴീക്കോടൻ രാഘവന്റെ പേരിലുള്ള ആ ഓഫീസിൽ എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. 1975 മുതൽ ആ ഓഫീസിൽ പ്രവർത്തിച്ചും താമസിച്ചും ഒരു പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. SFIയുടെ തൃശൂർ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പിന്നീട് SFIയിൽ നിന്നും പാർട്ടിയിലേക്ക് വന്നപ്പോൾ തൃശൂർ ജില്ലയിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. തൃശൂരിലെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. കുന്നംകുളത്തെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. എന്റെ പാർട്ടി പ്രവർത്തനത്തിൽ തൃശൂര് എന്റെ ഏറ്റവും അടുത്ത ജില്ലയാണ്, എന്റെ നാടുമാണല്ലോ. അപ്പൊ തൃശൂരിൽ തലവേർത്തി നിൽക്കുന്ന CPMന്റെ ഓഫീസുകൾ, ആ ഓഫീസിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ പേരുകൾ ഇന്ന് EDയുടെ സ്കാനറിനടിയിലാണ്. എന്തുകൊണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുന്നില്ല? അതാണ് പ്രസക്തമായ ചോദ്യം, അല്ലാതെ ഈ കഥ വിവരിക്കലല്ല. തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയും ഇതുമായി ബന്ധമുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യാൻ എന്താണ് സീതാറാം യെച്ചൂരി താമസിക്കുന്നത്? സീതാറാം യെച്ചൂരിയുടെ പേരിലാണ് പാൻ കാർഡ്. ED സീതാറാം യെച്ചൂരിയുടെ അടുത്തേക്കും വരാം. EDക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ കരുവാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രീതിയോട് യോജിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ ജയിലിൽ പാർപ്പിക്കുന്നതിനോട് യോജിക്കുന്നില്ല. ഇതൊക്കെ പറയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് രാത്രി തന്നെ പ്രകടനം നടത്താൻ CM തയ്യാറായി. അതേ അർത്ഥത്തിൽ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ആ മുഖ്യമന്ത്രിമാർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കണം. BJP ചെയ്യുന്നതൊന്നും ശരിയല്ല. BJP ഒരുപാട് തെറ്റുകൾ ഒരു ഘോഷയാത്രയായിട്ട് വന്നാൽ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ് BJP. അല്ലെങ്കിൽ സാങ്കല്പികമായിട്ട് പറഞ്ഞാൽ ഇന്നലെ 24 ചാനലിൽ നടന്നൊരു ചർച്ചയിൽ BJPയെ പ്രതിനിധീകരിച്ച സുഹൃത്തിനോട് ഞാൻ പറയുകയുണ്ടായി, കൊടകരയും കരുവന്നൂരും തൃശൂർ ജില്ലയുടെ ഭൂപടത്തിൽ തന്നെയാണുള്ളത്. അപ്പൊ BJPക്കെതിരെയുള്ള ആരോപണങ്ങളൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല. അതിന്റെ അർത്ഥം നമുക്കെന്തും ചെയ്യാമെന്നല്ല. സംശുദ്ധിയുള്ള രാഷ്ട്രീയ ജീവിതം ഒരു രാഷ്ട്രീയ പരിചയമാണ്. രാഷ്ട്രീയ സംശുദ്ധി വർക്കിംഗ് ക്ലാസ് പാർട്ടിയുടെ പരിചയമാണ്. ഭരണവർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ എടുത്തുയർത്തുന്നത് അവന്റെ സംശുദ്ധിയാണ്. വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ, നോക്കൂ, ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഈയിടെ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു സ്നേഹിതൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര കാലമായി എന്ത് സമ്പാദിച്ചു? വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ. ഞാൻ ക്ഷണിക്കുകയാണ്. എത്രയോ ഗവൺമെന്റുകളുടെ നടുവിൽ നിന്നൊരാളാണ് ഞാൻ. 80-ലെ നായനാർ ഗവൺമെന്റിൽ ഞാൻ SFIയുടെ പ്രസിഡന്റായിരുന്നു. പക്ഷേ നായനാരെ ഗവൺമെന്റിനെ കുറിച്ച് ആരും അഴിമതി പറഞ്ഞിട്ടില്ല. പക്ഷേ അന്നും
പലരെ കുറിച്ചും അഴിമതി പറഞ്ഞിരുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 80-ലെ ഗവൺമെന്റ്, 82-ലെ കരുണാകരൻ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ CM രൂപീകരിക്കപ്പെട്ടിരുന്നു. 91-ലെ ഗവൺമെന്റ് ആയപ്പോൾ ഞാൻ ഇവിടെ ലേബർ ബോർഡിന്റെ ചെയർമാനായി. 2001-ലെ ഗവൺമെന്റിലും 2011-ലെ ഗവൺമെന്റിലും പ്ലാനിംഗ് ബോർഡ് അംഗമായി, ലൈസൻസ് കമ്മിറ്റി അംഗമായി എല്ലാം പ്രവർത്തിച്ച ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് പറയുകയല്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണാടി കോഡിൽ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വരാം, നോക്കാം, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാം, എനിക്ക് ബിസിനസ് ഉണ്ടോ പരിശോധിക്കാം. ഞാൻ എൻ്റെ കാര്യം പറയാനല്ല. ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും അവന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേടിയതും നഷ്ടപ്പെടുത്തിയതും പറയട്ടെ. എനിക്ക് മേനിയടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ വഴുതക്കാടുള്ള വീട്ടിൽ 6 സെന്റിലുള്ള സ്ഥലത്ത് പണിതിട്ടുള്ള കെട്ടിടത്തിലിരുന്നു കൊണ്ടാണ്. എൻ്റെ കുന്നംകുളത്തുള്ള സാമാന്യം പഴയ 100 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്ന വീടിന് അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിച്ച ഈ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. എല്ലാവരും അവരവരെ കുറിച്ച് പറയണം. അവരുടെ മക്കളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, അവരെന്ത് ചെയ്യുന്നു, അവരുടെ വരുമാനം എന്താണ്, നിങ്ങളുടെ ജീവിതം എന്താണ് എന്ന് പറയണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പാർട്ടി ലൈഫ് അതിൽ തന്നെ ഒരു രാഷ്ട്രീയമാണ്. അവന്റെ പാർട്ടി ജീവിതം എന്ന പരിചയം കൊണ്ട് മാത്രമേ അവന്റെ രാഷ്ട്രീയ പ്രമേയങ്ങൾ തെരുവിൽ സാധുവാണെന്ന് പറയാൻ അവന് സാധിക്കൂ. ഒരു പെരുങ്കള്ളന്, ഒരു കൊള്ളക്കാരന് എത്ര നല്ല രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായി തെരുവിലിറങ്ങാൻ സാധിക്കില്ല. അവന്റെ പാർട്ടിയെ തന്നെ പരാജയപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് CPM-ലുള്ളവരെല്ലാം കൊള്ളക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ മനു തോമസ് ഉണ്ടായത്. മനു തോമസ് ധീരമായിട്ട് പറഞ്ഞു. ഉടനെ തന്നെ ആരാണ് P. ജയരാജനെ സംരക്ഷിക്കാൻ വന്നത്? പെരുംഗുണ്ടകൾ. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പെരുംഗുണ്ടകൾ എന്ന പേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ പെരുംഗുണ്ടകളോട് മനു തോമസ് പറഞ്ഞു, ശരി വരൂ, നമുക്ക് നോക്കാം, അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകണം എന്ന് അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇപ്പൊ പോലീസ് സംരക്ഷണം വേണമെന്നൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും CPM ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അവരെത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ മേൽക്കമ്മിറ്റിക്ക് കഴിയൂ. സാധാരണ പറയാറുണ്ട്, ക്ലീനിങ് ദ സ്റ്റെയർ കേസ്. ഒരു ചവിട്ടുപടിയിൽ 10-20 സ്റ്റെപ്പുള്ള ഒരു ചവിട്ടുപടി മുഴുവൻ മണ്ണ് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അത് തൂത്തിറക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കായിരിക്കും. താഴെ നിന്ന് തൂത്തിറക്കിയാൽ മുകളിലെ പടിയിലുള്ളത് താഴത്തെ പടിയിൽ വീഴും. അവസാനം ഒരു പടി മാത്രമേ വൃത്തിയാവുള്ളൂ. 20 പടിയുണ്ടെങ്കിൽ വീണ്ടും 19 പടിയും വൃത്തികേടായിരിക്കും. എന്നാൽ തുടങ്ങിയാൽ മുഴുവൻ അഴുക്കുകളും താഴത്തെ പടിയിൽ വെച്ച് പുറത്തേക്ക് എടുത്ത് കളയാൻ പറ്റും. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ മുഖ്യമെന്ന് പറയുന്ന CPM തീർച്ചയായും അവരുടെ പ്രസൻസ് പ്രധാനമാണ്. രാജസ്ഥാനിലെ അമ്ര റാമിനെയും ബംഗാളിലെ ചെറുപ്പക്കാരിയായ DYFI പ്രസിഡന്റ് മീനാക്ഷി മുഖർജിയെയും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ മഹാരാഷ്ട്രയിലെ സമരങ്ങൾക്ക് നേതൃത്വ ബിജു കൃഷ്ണനെയും കർഷക സമരത്തിന്റെ മുമ്പിൽ നിന്ന് കൃഷ്ണപ്രസാദിനെയും എല്ലാം നമുക്ക് വേണം. അവരെല്ലാം കഷ്ടപ്പെടുകയാണ്. തിരുനെൽവേലിയിലെ CPM ലോക്കൽ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജാതീയമായ മർദ്ദനമേൽക്കുന്നവർക്ക് വിവാഹം ചെയ്യാൻ അവസരം കൊടുത്തപ്പോൾ അത് തല്ലിപ്പൊളിച്ചു. പക്ഷെ ധീരരായ തിരുനെൽവേലിയിലെ സഖാക്കൾ പറഞ്ഞു, വീണ്ടും വരൂ, ജാതീയ മർദ്ദനമേൽക്കുന്നവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ CPM-ന്റെ തിരുനെൽവേലി ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നിട്ടിരിക്കുമെന്ന് പറഞ്ഞ തിരുനെൽവേലിയിൽ DC-യെ, CPM-ന്റെ ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ എനിക്ക് ഒരു കലവറയും ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ ഈ വൃത്തികെട്ട തൊഴുത്തുകൾ വൃത്തിയാക്കണം. അത് വൃത്തിയാക്കേണ്ടത് CPM-ന്റെ മാത്രം പ്രശ്നമല്ല, അത് മതേതര പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്, രാജ്യത്തിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി
നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാ പാർട്ടികളും മുന്നോട്ട് വരണം. അങ്ങനെയല്ല, എല്ലാ പാർട്ടിയിലുമുള്ള അഴിമതിക്കാരല്ലാത്തവർ മുന്നോട്ട് വരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പം മറന്നുപോയൊരു വാക്കുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഞാനാണെന്ന് അവകാശപ്പെടുന്നില്ല. ഹൗ ടു ബി എ ഗുഡ് കമ്മ്യൂണിസ്റ്റ്, എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാമെന്ന് ചൈനയിലെ ലിയു ഷാവോച്ചി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ബൈബിളിനോടൊപ്പം കോപ്പി വിറ്റഴിഞ്ഞു. പക്ഷെ ലിയു ഷാവോച്ചിയെ മാവോയുടെ കാലത്ത് ജയിലിലടച്ചു. പിന്നീട് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഡെങ് സിയാവോപിങ് മെമ്പർഷിപ്പ് കൊടുത്തത്. അപ്പോൾ ആരാണ് നല്ല കമ്മ്യൂണിസ്റ്റ് അല്ലാതിരുന്നത് എന്ന് വ്യക്തമാണല്ലോ. മാവോയുടെ പ്രാധാന്യം കുറച്ച് കാണുകയല്ല. അതുകൊണ്ട് നല്ല മനുഷ്യരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ പാർട്ടിയിലും പെട്ട അഴിമതിക്കാരല്ലാത്തവരും ഉറപ്പിച്ചു നിന്നാൽ മാത്രമേ ഈ മതേതര ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. അല്ലാതെ രാഷ്ട്രീയ പ്രമേയം കൊണ്ടൊന്നും സാധിക്കില്ല. വ്യക്തികൾക്കേ സാധിക്കൂ. അതിന് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ശുദ്ധി പോലെ തന്നെ വ്യക്തികളുടെയും ശുദ്ധി അനിവാര്യമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നീണ്ട ഈ ഫേസ്ബുക്ക് ലൈവ് പരിപാടി അവസാനിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.